ഓക്കെ, മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിൻ്റെ ആപ്ലിക്കേഷൻ്റെ മറ്റൊരു പ്രോബ്ലമാണിത്. ഇവിടെ ഇതേപോലെ ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ വായിക്കാം. എ സ്റ്റീൽ ബോൾ റെസ്റ്റ് ഇൻ എ ഗ്രൂവ് ദ സൈഡ് ഓഫ് വിച്ച് ആർ സ്മൂത്ത്. എഗെയിൻ സ്മൂത്ത് പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാം, ഫ്രിക്ഷൻ ഉണ്ടാവില്ല, സോ റിയാക്ഷൻ പെർപെൻഡിക്കുലർ ആയിരിക്കും. വൺ സൈഡ് ഓഫ് ദ ഗ്രൂവ് ഈസ് വെർട്ടിക്കൽ വൈൽ അതർ സൈഡ് ഈസ് 45 ഡിഗ്രി ടു ഹൊറിസോണ്ടൽ. എന്ന് വെച്ചാൽ ഈ ആംഗിൾ 45 ഡിഗ്രിയാണ്. ഓക്കെ, ഇഫ് ദ ബോൾ ഹാസ് എ വെയിറ്റ് ഓഫ് 10 Newton, ഫൈൻഡ് ദ റിയാക്ഷൻ ഓൺ ഈച്ച് ബോൾ ഓഫ് ദ ഗ്രൂവ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ജോലി ഇതേപോലെ ക്വസ്റ്റ്യനിലുള്ള കാര്യം ആൻസർ ഷീറ്റിലേക്ക് വരയ്ക്കുക. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അതിനുശേഷം അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുക. ഞാൻ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, W എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഉണ്ടാവും. ഇനി നോക്കി 2 കോണ്ടാക്റ്റ് ഉണ്ടാവും. അപ്പോൾ അവിടുന്ന് ഒരു റിയാക്ഷൻ മുകളിലോട്ട് പോകുന്നുണ്ടാവും അല്ലേ? റിയാക്ഷൻ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, കുഴപ്പമില്ല. അതേപോലെ ഹൊറിസോണ്ടലായിട്ട് ഒരു റിയാക്ഷൻ ഉണ്ടാവും. ഡെഫിനറ്റ്ലി അതിനെ നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ഫ്രീ ബോഡി ഡയഗ്രം എന്ന് പറയും. അപ്പോൾ W ഉണ്ട്, ഇനി നമുക്ക് റിയാക്ഷൻ 2 എന്ന് വിളിക്കാം, ഇനി നമുക്ക് റിയാക്ഷൻ 1 എന്ന് വിളിക്കാം. ശരി, ഇനി അപ്പോൾ നമ്മുടെ ജോലി എന്താ? ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്ത മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. അപ്ലൈ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം പറയുകയാണെങ്കിൽ സിഗ്മ ഫോഴ്സ് ഷുഡ് ബി ഈക്വൽ ടു 0. മൊമെൻറ്റ് ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ അതിനകത്ത് ഹൊറിസോണ്ടൽ ഫോഴ്സുകളുടെ എല്ലാം സമ്മ് 0 ആയിരിക്കണം. അതേപോലെ വെർട്ടിക്കൽ കമ്പോണൻറ്റുകളുടെ സമ്മ് 0 ആയിരിക്കണം. ദാറ്റ്സ് എ കേസ്. അപ്പോൾ അടുത്ത ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് നോക്കുകയാണെങ്കിൽ ഒന്ന് R2 ഉണ്ട്, R2 ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. മറ്റൊന്ന് ഈ R1ൻ്റെ കമ്പോണൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ കമ്പോണൻറ്റ് വരയ്ക്കുകയാണ്. R1നെ നമുക്ക് 2 ആയിട്ട് റിസോൾവ് ചെയ്യാം. ഒരു 1 along the horizontal, 1 along the vertical direction. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് തീറ്റ ആവശ്യമുണ്ട്. തീറ്റ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. നമുക്കിത് 45 ഡിഗ്രി എന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഈ 2 ലൈൻ ഹൊറിസോണ്ടൽ ആണല്ലോ, അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ 45 ഡിഗ്രി വരും. ഇത് 45 ആണെങ്കിൽ ഈ ആംഗിളും 45 ഡിഗ്രി വരും. അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിൾ എന്തായിരിക്കണം? 45 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് R1 cos 45 ഡിഗ്രി വരും. വെർട്ടിക്കലായിട്ട് വരുന്നത് R sin 45 ഡിഗ്രി വരും. ഓക്കെ, ഇത്രയും ഫോഴ്സിൽ കിട്ടി. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നോക്കി R1 sin 45ൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെർട്ടിക്കൽ W-നെ കൗണ്ടർ ബാലൻസ് ചെയ്യാം. R1 cos 45 കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ R2 ഡെവലപ്പ് ചെയ്യും. വളരെ എളുപ്പമായിട്ട് എഴുതാം. സിഗ്മ ഹൊറിസോണ്ടൽ ഫോഴ്സസ് R2 നെഗറ്റീവ് ഡയറക്ഷനാണ്, മൈനസ് കൊടുത്തു, പ്ലസ് സീറോ എടുക്കാം. അപ്പോൾ നമുക്ക് R1 cos 45നെ R2 എന്ന് വിളിക്കാം. ഇക്വേഷൻ A. അടുത്ത വെർട്ടിക്കൽ ഫോഴ്സ് നോക്കാം. സിഗ്മ വെർട്ടിക്കൽ ഈക്വൽ ടു 0 ആയിരിക്കണം. ആ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ വെർട്ടിക്കലായിട്ട് -W ഡൗൺവേർഡ് ഉണ്ട്, പോസിറ്റീവ് സൈഡിലേക്ക് R1 sin 45 ഉണ്ട്. അപ്പോൾ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ R1 sin 45 W ഇട്ട്. ശരി, അപ്പോൾ നമ്മുടെ ആവശ്യം ഇവിടെ കറസ്പോണ്ടിങ് അതിൻ്റെ എന്താ R1 റിയാക്ഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. W തന്നിട്ടുണ്ട്, ഗിവൺ ദാറ്റ് W is 10 Newton. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ B നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഈ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ഫ്രം B R1 sin 45ൻ്റെ വാല്യൂ 1/√2 ആണ്. കാൽക്കുലേറ്റർ നോക്കുക, ഈക്വൽ ടു 10 കിട്ടും. അങ്ങനെയാണെങ്കിൽ R1 ഈക്വൽ ടു 10√2 Newton കിട്ടും. അപ്പോൾ R1 കിട്ടി. ഇനി R2 എന്താണെന്ന് കണ്ടുപിടിക്കണം. ഡെഫിനറ്റ്ലി R2ൻ്റെ വാല്യൂ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. R2 ഫ്രം A, R2 ഈക്വൽ ടു R1 cos 45. R1ൻ്റെ വാല്യൂ 10√2 ആണ്, cos 45ൻ്റെ വാല്യൂ 1/√2, 10 Newton കിട്ടും. സോ റിയാക്ഷൻസ് കിട്ടി. അപ്പോൾ മനസ്സിലാക്കി ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ